ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം ജനസിസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു. നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കാം: ബൈബിളിൻ്റെ ആമുഖം, അതാണ് ഉൽപ്പത്തി പുസ്തകം. എല്ലാത്തിൻ്റെയും ആരംഭം, തുടക്കം ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഉൽപ്പത്തി? ഉൽപ്പത്തി എന്നാൽ തുടക്കം എന്നർത്ഥം. ലോകം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ വന്നു, പാപം എങ്ങനെ ലോകത്ത് പ്രവേശിച്ചു, ദൈവം മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കുന്നു, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. പ്രധാനമായും പഠന സൗകര്യാർത്ഥം 2 ഭാഗമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തെ തിരിക്കാം. ആദ്യത്തെ 1-ാം അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെയും 12-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെയും. ഉൽപ്പത്തി പുസ്തകം മുഴുവനും 50 അധ്യായമാണുള്ളത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ ഇത് ലോകം മുഴുവൻ്റെയും ചരിത്രമാണ്. സൃഷ്ടി, പ്രളയം, ഭാഷകളുടെ ഉൽപ്പത്തി, ഇങ്ങനെയുള്ള വസ്തുതകൾ വിവരിക്കുന്നു. 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ ഒരു കുടുംബത്തിൻ്റെ ചരിത്രമാണ്. അഥവാ അബ്രഹാം എന്ന വ്യക്തിയിലൂടെ ദൈവം ഒരു ജനതയെ വളർത്തിയെടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാന ഒരു വിഷയമാണ് സൃഷ്ടിപ്പ്. ദൈവം എല്ലാം നന്നാക്കി. ദൈവം വെറും 6 ദിവസം കൊണ്ട് ലോകത്തെ മനോഹരമായി സൃഷ്ടിച്ചു. സൂര്യൻ, ചന്ദ്രൻ, ചെടികൾ, മൃഗങ്ങൾ, ഒടുവിൽ തൻ്റെ ഛായയിൽ മനുഷ്യനെയും. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മനുഷ്യൻ്റെ വീഴ്ചയാണ്. മനുഷ്യൻ്റെ വീഴ്ച, ദൈവം നൽകിയ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗം ചെയ്തു. ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് മനുഷ്യൻ ഏദനിലെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവിടെ മുതൽ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ തുടങ്ങുന്നു. എങ്കിലും മനുഷ്യനെ രക്ഷിക്കുമെന്ന് ദൈവം അവിടെ വെച്ച് തന്നെ വാഗ്ദാനം നൽകുന്നതായി കാണുന്നു. അടുത്ത പ്രധാന വിഷയമാണ് നോഹയും പ്രളയവും. ലോകം തിന്മ കൊണ്ട് നിറഞ്ഞപ്പോൾ ദൈവം പ്രളയം വരുത്തി. എന്നാൽ നീതിമാനായ നോഹയെയും കുടുംബത്തെയും ഒരു വലിയ പെട്ടകത്തിലൂടെ, ഒരു വലിയ കപ്പലിലൂടെ ദൈവം രക്ഷിച്ചു. ഇനി ലോകത്തെ പ്രളയം കൊണ്ട് നശിപ്പിക്കില്ല എന്നതിൻ്റെ അടയാളമായി മഴവില്ല് ദൈവം നൽകി. അടുത്ത പ്രധാനപ്പെട്ട വിഷയമാണ് അബ്രഹാമിൻ്റെ വിളി. ദൈവം അബ്രഹാം എന്നൊരാളെ വിളിച്ചു. നിന്റെ സ്വദേശവും പിതൃഭവനും ചാർച്ചക്കാർക്ക് വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കുമെന്ന് വാഗ്ദാനം കൊടുത്തു. പിന്നെ അങ്ങോട്ട് കാണുന്നത് അബ്രഹാമും അദ്ദേഹത്തിൻ്റെ തലമുറകളുമാണ്. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായും വിശ്വസിക്കുന്നവരുടെ പിതാവായും വെളിപ്പെടുത്തിയിരിക്കുന്നു. വെറും വിശ്വാസമല്ല, ദൈവത്തെ വിശ്വസിക്കുന്നവർ എങ്ങനെയായിരിക്കണം എന്നൊരു ഉത്തമ ഉദാഹരണം അബ്രഹാമാണെന്ന് വെളിപ്പെടുത്തുന്നു. അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ട് ഉണ്ടായ സന്തതിയാണ്. ഇസഹാക്കിന് 2 മക്കൾ, ഏശാവും യാക്കോബും. യാക്കോബിന് 12 മക്കൾ. അവരാണ് പിൽക്കാലത്ത് ഇസ്രായേലിൽ 12 ഗോത്രങ്ങളായിട്ട് മാറിയത്. അതിൽ യാക്കോബിൻ്റെ ഒരു സന്തതി ജോസഫ്. സ്വന്തം സഹോദരങ്ങൾ യോസഫിനോട് അസൂയ തോന്നി. യോസഫ് മിടുക്കനായ, ദർശനമുള്ള, സ്വപ്നം കാണുന്ന ഒരു യൗവനക്കാരനായിരുന്നു. സഹോദരങ്ങൾ അവനെ പിടിച്ച് അടിമയാക്കി വിറ്റു. ഈജിപ്തിലേക്ക് എത്തിയ ജോസഫ് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവിടുത്തെ മന്ത്രിയായി മാറുന്നു. തൻ്റെയും തൻ്റെ സഹോദരങ്ങളുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവ്. ഈജിപ്തിലെത്തിയ ജോസഫ് യാക്കോബ് എന്ന തൻ്റെ പിതാവിൻ്റെയും 11 സഹോദരന്മാരുടെയും ജീവൻ രക്ഷിക്കുവാനായി നടത്തുന്ന പ്രയാണം, അഥവാ വലിയ ക്ഷാമത്തിൽ നിന്ന് തൻ്റെ പിതാവിനെയും തൻ്റെ സഹോദരങ്ങളെയും തൻ്റെ പ്രിയപ്പെട്ടവരെയും അദ്ദേഹം രക്ഷിക്കുന്നു. മക്കളുടെ നന്മ കണ്ടിട്ട് യാക്കോബ് എന്ന പിതാവ് മരിക്കുന്നു. ഇതാണ് ഉൽപ്പത്തിയുടെ അവസാനം. യോസഫിൻ്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ മരണസമയത്ത് ജോസഫ് പറയുന്നു, പിതാക്കന്മാരുടെ ദൈവം, അഥവാ തൻ്റെ അപ്പൻ്റെ ദൈവം ജനത്തെ സന്ദർശിക്കും. തങ്ങൾ വന്ന നാട്ടിലേക്ക്, അഥവാ കനാൻ നാട്ടിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ടാകും. അന്ന് തൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണമെന്ന് യോസഫ് തൻ്റെ സഹോദരങ്ങളോട് പ്രോമിസ് വാങ്ങിക്കും. യോസഫിനെ അടക്കം ചെയ്യാൻ പെട്ടിക്കകത്ത് വെക്കുന്നതോടുകൂടി ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ദൈവം ലോകത്തെ സ്നേഹത്തോടെ ഉണ്ടാക്കി. മനുഷ്യൻ വഴിതെറ്റിപ്പോയി എങ്കിലും അവരെ തിരികെ കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്.